ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ദിവസം രാത്രി വർഷയുടെ ഡാഡിയും വർഷയുടെ വീട്ടിൽ കയറിയിട്ട് കുറേ ഗുണ്ടകൾ ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് നല്ല രീതിയിലുള്ള പരിക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. കൈയും കാലും ഒക്കെ ഒടിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടി അവരെ കാണാനായിട്ട് പെട്ടെന്ന് തന്നെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഈ സമയം വർഷയുടെ ഡാഡി പറയുന്നുണ്ട്, മോളെ അവര് പോകുന്നതിന് മുമ്പേ ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാനിങ്ങനെ അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചിരുന്നു. ആ സമയം അവര് സച്ചിയുടെ പേരാണ് പറഞ്ഞിട്ട് പോയത് എന്നിങ്ങനെ അവര് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും വർഷയും ശ്രീകാന്തും ആകെ ഷോക്കായി പോകുന്നുണ്ട്. ഇങ്ങനെ ഡാഡി പറയുന്നുണ്ട്, മോളെ അവനെ വെറുതെ വിടരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ഡാഡിയെയും മമ്മിയെയും ഈ അവസ്ഥയിലാക്കിയത് ആരായാലും ശരി, അവരെ ഞാൻ വെറുതെ വിടില്ല ഡാഡി. അതിന് ശ്രീകാന്തിൻ്റെ ഏട്ടനായാൽ പോലും സച്ചിക്കെതിരെ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി വർഷ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി പോലീസുകാർ നേരെ വീട്ടിലെത്തിയിട്ട് സച്ചിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് കേട്ടോ. എന്നാൽ രേവതിയും രവീന്ദ്രനും ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാ ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്? അത് സാർ, അത് ഈ ഒരു വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, അത് ഈ സച്ചിയാണെന്നാ എന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്കൊരാളെ തല്ലണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ടാവാലോ, ഇത് ഞാനല്ല അച്ഛ എന്ന് പറയുന്നുണ്ടെങ്കിലും പോലീസുകാർ പറയുന്നുണ്ട്, അതെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞു, ഇപ്പം എന്തായാലും കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ കൊണ്ടുപോവാണ്. എന്നാൽ രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഒരിക്കലും ആളെ വിട്ട് അടുപ്പിക്കില്ല, ഇത് എന്തോ ചതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ തന്നെ പോലീസുകാർ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇതിന് പിന്നിലെ സത്യം അന്വേഷിച്ച് രേവതി ഇറങ്ങി തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് രേവതി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ പറയുന്നുണ്ട്, കുറച്ച് ഗുണ്ടകളാണ് വന്ന് അടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പിന്നിലുള്ള രഹസ്യം കണ്ടെത്തിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ രേവതി വരുന്നത്. രേവതി വന്നിട്ട് ശ്രുതിയുടെ ഡോറിൽ ഭയങ്കരമായിട്ട് മുട്ടുന്നുണ്ട്. രവീന്ദ്രനും ചന്ദ്രയും വർഷയും ശ്രീകാന്തും ഒക്കെ കൂടി ഹാളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ശ്രുതി അകത്ത് നിന്നും ഡോറ് തുറന്ന് ഇറങ്ങുമ്പോഴേക്കും ചന്ദ്ര ബഹളം വെക്കുന്നുണ്ട്. എടി രേവതി, എന്താടി ഇപ്പൊ എന്തിനാ നീ ഈ നടുമുറ്റത്ത് നിന്നിട്ട് ശബ്ദം ഉണ്ടാക്കുന്നേ? അങ്ങനെ ചന്ദ്ര ദേഷ്യത്തില് രേവതിയോട് ചോദിക്കുമ്പോൾ അതിന് രേവതി മറുപടിയായിട്ട് ഇങ്ങനെ ഒന്നും പറയാതെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവീന്ദ്രൻ വന്ന്, രേവതി എന്താ മോളെ, എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ശ്രുതിയും ഒക്കെ റൂമിൽ നിന്ന് വന്ന്, എന്താ രേവതി കുറച്ചുപോലും ഒരു മര്യാദയില്ലാതെ മറ്റുള്ളവരുടെ റൂം ഇങ്ങനെ തട്ടിക്കൊണ്ടേ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് രേവതിക്ക് ശ്രുതിയെ അടിക്കാനുള്ള ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അച്ഛാ, സച്ചിയേട്ടൻ ഇപ്പോൾ ജയിലിലല്ലേ, സച്ചിയേട്ടന് ജാമ്യം കിട്ടിയിട്ടില്ല, അതിന് എന്താ കാരണം എന്നറിയോ എന്ന് രേവതി പറയുമ്പോൾ, എന്താടി അവൻ ജയിലിലായെങ്കിൽ അതിനിപ്പോൾ എന്താ, അങ്ങനെയാണെങ്കിലേ അവൻ്റെ ഗുണ്ടായുസം കൊണ്ട് തന്നെയല്ലേ എന്നിങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അതെ, വർഷയുടെ വീട്ടുകാരെ അടിച്ചതുകൊണ്ടാ സച്ചിയേട്ടനെ പോലീസുകാർ കൊണ്ടുപോയത്. എന്നാൽ ആ കേസിൽ സച്ചിയേട്ടന് ഒരു ബന്ധമില്ലച്ചാ, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. വർഷയുടെ വീട്ടുകാരെ അടിച്ചതേ ഏതോ ഗുണ്ടകളാണ് എന്ന് രേവതി പറയുന്നുണ്ട്. അതൊക്കെ നീ എന്തിനാടി ഇവിടെ വന്ന് പറയുന്നേ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പോയി പോലീസ് സ്റ്റേഷനിൽ പറ, ഇവിടെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നിങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. വീണ്ടും ചന്ദ്ര പറയാണ് കേട്ടോ, പിന്നെ നിന്റെ കെട്ടിയവനെ നിരപരാധിയാണെന്ന് നീ പോയി സ്റ്റേഷനിൽ പോയി വാദിക്ക്, എന്നിട്ട് പോരാടി അവനെ പുറത്തേക്ക് കൊണ്ടുപോവാ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ സ്റ്റേഷനിൽ നിന്ന് തന്നെയാ ഇങ്ങോട്ടേക്ക് വരുന്നത്. വർഷയുടെ വീട്ടുകാരെ ആളെ വിട്ട് അടിപ്പിച്ചതേ ഈ ശ്രുതിയുടെ ആളുകളാണ്. അങ്ങനെ രേവതി മറുപടി പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട് ശ്രുതി ആകെ ഭയന്ന് നിൽക്കുന്നുണ്ട്. എന്താ ഈ രേവതി പറയുന്നത്, ഇതെങ്ങനെ അവൾക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുന്നുണ്ട് ശ്രുതി. അപ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട്, എന്താ ഏട്ടത്തി, വർഷയുടെ വീട്ടുകാരെ അടിച്ചത് ശ്രുതി ഏട്ടത്തിയാണെന്നോ, എന്തൊക്കെയാ ശ്രുതി ഏട്ടത്തിയുടെ ആളുകളാണെന്നോ, എന്തൊക്കെയാ ഏട്ടത്തി പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് അവിടേക്ക് വരുന്നുണ്ട്. അന്ന് ആന്റണിയുടെ ആളുകളാണ് വർഷയുടെ വീട്ടുകാരെ തല്ലിയതെന്ന് ഇപ്പോൾ ആന്റണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആന്റണിയാണ് പറഞ്ഞത് ഇതെല്ലാം ശ്രുതി പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന്. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഏത് അന്ന് സച്ചിയേട്ടൻ്റെ പേരിൽ CCTV ദൃശ്യങ്ങൾ ആ ക്യാമറ പകർത്തിയാണ്? അതെ, അവനല്ലെങ്കിൽ തന്നെ സച്ചിയേട്ടനോട് നേരത്തെ തന്നെ ഒരു വൈരാഗ്യം ഉള്ളതാണ്.
ഇപ്പോൾ ശ്രുതിയും കൂടി ചേർന്നിട്ടാണ് സച്ചിയേട്ടൻ്റെ പേര് പറഞ്ഞിട്ട് വർഷയുടെ വീട്ടുകാരെ അടുപ്പിച്ചതെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ശ്രുതിയും വർഷയുടെ വീട്ടുകാരും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ, പിന്നെന്തിനാ ശ്രുതി അവളോട് അവരെ അടിക്കാനൊക്കെ പറഞ്ഞത് എന്നിങ്ങനെ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്. കാരണം ഉണ്ടച്ചാ, സച്ചിയേട്ടനെ ശ്രുതിക്ക് അല്ലെങ്കിലോ ഇഷ്ടമല്ലല്ലോ. അദ്ദേഹം ജയിലിലായ ശ്രുതിക്ക് സന്തോഷമാവും, സമാധാനത്തോടെ ഈ വീട്ടിൽ താമസിക്കാനും പറ്റുമല്ലോ. അതിനു വേണ്ടി തന്നെയാ ഇവൾ ഇത് ചെയ്തത് എന്ന് രേവതി പറയുന്നുണ്ട്. അയ്യോ, ഇവൾക്ക് എങ്ങനെ ഇത് കറക്റ്റായിട്ട് അറിയാം? നടന്നത് കണ്ടതുപോലെയല്ലേ ഇവള് പറയുന്നതെന്നിങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ശ്രുതിയാണെങ്കിൽ രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. രേവതി നിർത്ത്, ചുമ്മാ വായി തോന്നിയത് വിളിച്ചു പറയാതെ. സച്ചിയോടെ എനിക്ക് ദേഷ്യമുണ്ടെങ്കിലേ എനിക്ക് നേരിട്ട് സ്റ്റേഷനിലാക്കാനേ അറിയാം, അല്ലാതെ എനിക്ക് ഗുണ്ടകളെ വെച്ച് തല്ലണ്ടോ സെറ്റ് ചെയ്ത് അവരെ അടിച്ചതൊക്കെ മോശപ്പെട്ട സംഭവമല്ലേ. സച്ചി ജയിലിലായതേ അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്, അയാൾ ചെയ്ത തെറ്റുകൊണ്ടാണ് എന്ന് ശ്രുതി വാദിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി നീ നിർത്തുന്നുണ്ടോ? സച്ചി അല്ലെങ്കിൽ തന്നെ ഒരു ഗുണ്ടയാണ്, അവൻ അടിച്ചതിലേ ഒരു അത്ഭുതവും ഇല്ല. എനിക്ക് തോന്നുന്നില്ല വർഷയുടെ അച്ഛനെ തോന്നിയതുപോലെ എത്ര പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് ചെയ്തതും അവൻ തന്നെയാണ്. എൻ്റെ ശ്രുതിയുടെ മേലെ നീ പഴിചാരാൻ വരണ്ട രേവതി. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിക്ക് സപ്പോർട്ടും ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആരുടെ മേലും ഞാൻ പഴിചാരിയിട്ടില്ല, ഈ ശ്രുതി തന്നെയാണ് ഒരു ആളെ വിട്ട് അടുപ്പിച്ചത്. ഒരു പണി ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നല്ല പിള്ള ചമയുന്നോ? മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്താടി ആലോചിക്കുന്നേ? നീ തന്നെയാ ഈ പണി ചെയ്തു വെച്ചെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ സംസാരിച്ചാലേ എൻ്റെ കൈ നിന്റെ കവിളിൽ വീഴും. അങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ. പോലീസുകാര് ഈ സമയം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വന്ന ഉടനെ തന്നെ ഈ ആരാണ് ശ്രുതിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവീന്ദ്രൻ അങ്ങോട്ട് എന്നിട്ട്, എന്താ സാർ, എന്താ പ്രശ്നം? അതെ, ഈ ശ്രുതി എന്ന് പറഞ്ഞ ആളാണ് ഒരു കുടുംബത്തിലെ ആളുകളെ മുഴുവൻ ഗുണ്ടകളെ അയച്ച് മർദ്ദിച്ചിരിക്കുന്നത്. ഇപ്പം അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ജോലിക്കാരന് സീരിയസ് ആയിട്ട് മരണത്തോട് മല്ലിട്ട് കിടക്കാണ്. അവർക്കെതിരെ കൊലക്കുറ്റത്തിനാണ് കേസുള്ളത് എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ വരുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും രവിയാണെങ്കിൽ ശ്രുതിയുടെ നേരെ ചെല്ലുന്നുണ്ട്. എന്താ ശ്രുതി, ഒരു കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ കാണിക്കുന്ന പണിയാണോ ഇത്? സമൂഹത്തിൽ ആളുകൾ അറിഞ്ഞാൽ എന്തൊക്കെയാവും പറയുക? നീ എന്തിനു വേണ്ടിയിട്ടാ ആളുകളെ വിട്ട് അവരുടെ വീട്ടുകാരെ തല്ലിയതെന്നിങ്ങനെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഈ സമയം പോലീസുകാർ പറയുന്നുണ്ട്, അതെ സർ, ഞങ്ങൾക്ക് സമയം വൈകുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞു. എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ഇങ്ങനെ ബലമായി വന്നിട്ട് ഒരു ലേഡീസ് പോലീസ് ഓഫീസർ വന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ഈ സമയം ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ നോക്കി ഇങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ട്, ശ്രുതി നോക്ക്, ഞാൻ നിനക്കും ആൻറ്റിക്കും വേണ്ടിയിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നെ ഒന്ന് രക്ഷിക്ക്. ആ സച്ചിയെ ജയിലിലാക്കണം എന്നായിരുന്നില്ലേ നിന്റെയും ആൻറ്റിയുടെയും ഒക്കെ ആഗ്രഹം? അതല്ലേ ഞാൻ സാധിച്ചു തന്നത്. എന്നിട്ട് ഞാനിപ്പോൾ പ്രതിയായി. ഞാൻ എനിക്ക് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്തത്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് കരഞ്ഞു പറയുന്നുണ്ട്. അത് കേട്ട് ചന്ദ്ര വന്നിട്ട് ശ്രുതിയെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഈ പൂ കെട്ടുന്നവൾ പറഞ്ഞതെല്ലാം സത്യമാണോടി? ഇതിനകത്തിരുന്നിട്ട് നീയാണോ ഈ വർഷയുടെ വീട്ടുകാരെ പോയി അടിച്ചത്? അവരെന്ത് തെറ്റ് ചെയ്തിട്ടാടി നീ അവരെ അടിച്ചത്? ഇതിനൊക്കെ നിനക്ക് ആരാ ധൈര്യം തന്നത്? നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? നിന്നേക്കാൾ പണക്കാരുടെ കുടുംബം അവരുടേത്. വർഷ ഇനി എന്ത് കരുതും? സാറേ, ഇവളെ പിടിച്ചുകൊണ്ട് പോയേ പറ്റൂ. ഇവളെ ഇങ്ങനെ ഒരു മരുമകളെ എനിക്കിനി വേണ്ട എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് സച്ചിയാണെങ്കിൽ പോലീസിൽ നിന്ന് നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് റിലീസായി വീട്ടിലേക്ക് വരുന്നുണ്ട്. സച്ചി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട്, പാർലറമ്മേ, എന്തോ വലിയ കള്ളത്തരമാണ് നീ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മാറി നിന്ന് ആസ്വദിക്കായിരുന്നല്ലേ എന്ന് പോലീസുകാരെ കൊണ്ടുപോകുമ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടില്ല. അങ്ങനെ ദേഷ്യത്തോടുകൂടി സച്ചി അവളെ നോക്കി പറയുന്നുണ്ട് കേട്ടോ. രേവതിയാണെങ്കിൽ ചന്ദ്രയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രസവിച്ച മകൻ തന്നെയല്ലേ ഈ സച്ചിയേട്ടൻ? അദ്ദേഹം ജയിലിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സച്ചിയേട്ടനെ പഴിചാരി സംസാരിച്ചു. ഇപ്പൊ കണ്ടില്ലേ, അദ്ദേഹം പുറത്തു വന്നിരിക്കുന്നു. ആരായി പണി ചെയ്തതെന്ന് നോക്ക്.
ഇപ്പൊ എന്ത് മറുപടിയാ അമ്മയ്ക്ക് പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ രേവതി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രവീന്ദ്രൻ ഇങ്ങനെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ അച്ഛാ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ എത്രയോ കാലം ജയിൽ കിടന്നിട്ടുണ്ട്. എന്നിട്ട് അവസാനം അവര് തന്നെ എന്നെപ്പറ്റി മോശമായിട്ട് സംസാരിക്കുന്നു. അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ അച്ഛാ ചെയ്തത്? ചെറിയ വയസ്സു മുതലേ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കുന്നു അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഓരോ തവണയും എന്നെ ആരോ പ്രസവിച്ച കുട്ടിയെപ്പോലെയാ അമ്മ കാണുന്നത്. എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നാലേ അത് എനിക്ക് എന്തിനു വേണ്ടിയാ, ആർക്ക് വേണ്ടിയാണെന്നൊന്നും എനിക്ക് അച്ഛനൊന്നും പറഞ്ഞു കൊടുത്താ അമ്മ എന്നെ സ്നേഹിക്കുമായിരുന്നില്ലേ? എന്നാ അച്ഛനത് ചെയ്യില്ലെന്നറിയാം. അതുകൊണ്ടാ അമ്മ എന്നെ ഇനി തെറ്റുകാരനെ പോലെ തന്നെ കണ്ടോട്ടെ. പിന്നെ ഇവരെ ഒരു ദിവസം പോലും എൻ്റെ അടുത്ത് മര്യാദയോടുകൂടി പെരുമാറിയിട്ടില്ല. പാവൻ രേവതി അമ്മ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ എനിക്ക് വേണ്ടി നിൽക്കാൻ രേവതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കുറ്റവാളിയല്ലെന്നും കണ്ടുപിടിച്ചത്. അതിനുശേഷം എന്നെ പുറത്തു കൊണ്ടുവന്നതും ഒക്കെ എൻ്റെ രേവതിയാണ്. ഈ വീട്ടിലുള്ള ഒരു മര്യാദയും അമ്മ അവൾക്ക് കൊടുത്തിട്ടില്ല. ഒരു വേലക്കാരിയെ പോലെയാ ഇത്രയും നാള് അമ്മ അവളെ കണ്ടത്. ഇനി മതിയച്ചാ, എനിക്ക് വേണ്ടി രേവതി ഈ വീട്ടിൽ ഇനി ഒന്നും സഹിക്കേണ്ട കാര്യമില്ല. എന്താ വേണ്ടത്? ഞങ്ങൾ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ചെയ്തതെല്ലാം മതിയച്ചാ. ഇനി മേലില് പഴി കേൾക്കാനും അടി വാങ്ങാനും രേവതിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ഇനി ഈ വീട്ടിലുണ്ടാവില്ല. ഞങ്ങൾ ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. വാ രേവതി എന്ന് പറഞ്ഞ് സച്ചിയാണെങ്കിൽ രവീന്ദ്രന്റെ മുമ്പിൽ നിന്ന് രേവതിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതേസമയം പോലീസുകാർ ചേർന്ന് ശ്രുതിയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ ബാക്കി അറിയും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.